ഇന്ന് NH വ്ലോഗ് പോയിക്കൊണ്ടിരിക്കുന്നത് തിരുവിലാമലയിലോട്ടാണ്. അപ്പോൾ തിരുവിലാമലയിലൊരു കല്യാണമുണ്ട്. സുബി പാലസിലാണ് പരിപാടി കേട്ടോ. അപ്പോൾ ചെക്കൻ്റെ കല്യാണമാണ്, പക്ഷേ ലഞ്ചാണ്, റിസപ്ഷനല്ല. പെണ്ണ് കോഴിക്കോട്ടുകാരിയാണ്, അതുകൊണ്ട് തന്നെ ഗുരുവായൂർ താലിക്കെട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവർ നേരെ തിരുവിലാമലയിൽ വന്നിട്ട് ഫങ്ഷനാണ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതേത് അമ്പലം? പള്ളിയറക്കാവ് ഭഗവതി. എന്നിട്ട് ഇങ്ങനെ പോണ സമയത്ത് ഒരു തെങ്ങിന്റെ അവിടെ ഇവിടെ പരുന്നിരിക്കണത് രണ്ടെണ്ണം. ഇതേത് സ്ഥലം? പുളിങ്കൂട്ടം. ഏത് റോഡാണ്? പാടൂർ റോഡാണ് നേരെ. ഇവിടുത്തെ ലെഫ്റ്റ് ആണ്. ഇതിപ്പോ ഏതാ റോഡ്? ഇതിപ്പോ ഏത് റോഡ് എന്നാ പറയാ? മഞ്ഞപ്ര റോഡ്, മഞ്ഞപ്ര പാടൂർ റോഡ്. ഇങ്ങനെ പോയി നമുക്ക് എങ്ങോട്ട് എത്തണം? തിരുവിലാമലയിലോട്ട് എത്തണം. തിരുവിലാമലയിൽ എങ്ങോട്ട് എത്തണം സുബ്രോ? കല്യാണത്തിന്. ആ സ്ഥലം പറ. സ്ഥലം പറയടാ. തിരുവിലാമല സുബി പാലസ്. നിന്നോട് ഞാൻ എന്താ പറഞ്ഞത് ഇപ്പൊ തന്നെ? നാട്ടുക്കൽ. ആ, അടുത്തത് വായിക്കണം കേട്ടോ സുബ്രു, നോക്കട്ടെ. സുബ്രു വായിക്കാൻ അടുത്തത് എന്തായിരിക്കണേ? മഞ്ഞപ്ര നാട്ടുകല്ല്. വായിക്കടാ. ശ്രീ എന്ത്? ആ, ഒരു ബോർഡ് വായിച്ചു കൊടുക്ക്. കൊളേക്കാട് പാലം. അരുവിയാ? ചുറ്റും തെങ്ങാണ് കേട്ടോ. തെങ്ങ്. ഇതിപ്പോ മണപ്പാടം. മണുള്ള പാടം. തോണിക്കടവ് പാലം. വിച്ചുപുഴ. തോണിക്കടവാണ്. തോണിക്കടവ്. സിനിമയിലൊക്കെയുള്ള ഭാഗങ്ങളാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. പ്ലാഴി, തച്ചനടി. ഇതൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. നല്ല എല്ലാ റോഡും ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടുത്തെ, നന്നാക്കിയിട്ട്.
ഇതിപ്പോ മുൻപ് വന്ന സമയത്തൊക്കെ ആകെ മോശമായിരുന്നു റോഡ്. ഇപ്പോഴൊക്കെ അടിപൊളി. പാറക്കുളം. ഇത് എന്ത് പറമ്പ? തൃത്താലപ്പറമ്പ്. തൃത്താലക്കോലം. പഴയന്നൂര് കഴിഞ്ഞു തുടങ്ങിയിട്ടാ. ഇനി എത്തിയിട്ടേ ഉള്ളൂ. റോഡിലേക്ക് കടക്കുകയാണ്. പഴയന്നൂര് സെന്റർ പഴയന്നൂര് ടൗൺ. പൂക്കൻസ് കുഞ്ചു. പഴയന്നൂർ ലക്കടി റോഡ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുവിലാമല ഇനിയുണ്ട് ഇവിടുന്ന്. ഇത് ചീരക്കുഴി പാലം. വെള്ളം അവിടെ ഇവിടെ ആയിട്ടുള്ളൂ. നമ്മൾ സുബി പാലസിലോട്ട് എത്തി. അതാ സുബി പാലസ്. അപ്പുറത്ത് ഗ്യാപ്പുണ്ടോ? അതാ വെല്ലിച്ച നിൽക്കണോ? സൂബി പാലസിൽ എത്തി കഴിഞ്ഞപ്പോൾ ഇതാ അവിടെ നീലാണ്ട് വലിയച്ഛനാണ് ഇട്ടത്. അപ്പോൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. വല്ലപ്പോഴും ഇങ്ങനെ ഇടയ്ക്കൊക്കെ കാണുകയുള്ളൂ. അപ്പോൾ നീലാട്ടപ്പം നാട്ടിലായത് എന്താന്നൊക്കെ ചോദിക്കലും ഇപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും വലിയച്ഛൻ്റെ അടുത്ത്. എൻ്റെ ഇടയിൽ കൂടി രണ്ടും വേണ്ടി ഒരു ചുള്ളിക്കമ്പിന് വേണ്ടി അടി ഉണ്ടാക്കണം. കല്യാണ വീട്ടിലേക്ക് ചുള്ളിക്കമ്പ് പറക്കാൻ വേണ്ടി വന്ന രണ്ടുപേര്. ഏതാ പാട്ട് സുബ്ര? ശരിക്കും പറഞ്ഞാൽ പെണ്ണും ചെക്കനും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഗുരുവായൂരിൽ കെട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ എത്തി. അവിടെ നിന്ന് നോക്കിയപ്പോൾ ആരും കാണാനില്ല, റിലേറ്റീവ്സിനൊന്നും കാണില്ല. അപ്പം ഞങ്ങൾ കുറച്ചേരം അങ്ങനെ പുറത്തേക്ക് നിന്നു. പിന്നെ രണ്ടും കൂടി ചുള്ളിക്കമ്പ് പറക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളെന്നാൽ ഉള്ളിലോട്ട് പോകാൻ പറഞ്ഞ് നടന്നു. കയറി ചെന്ന് നിൽക്കണോ പെണ്ണും ചെക്കനും എത്തിയിട്ടില്ല. അവൻ അന്തം വിട്ട് നിൽക്കട്ടെ അമ്മനീലെണ്ണും. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അവർ വന്നിട്ട് കയറണോ അവർ വരുന്നേക്കുള്ള മുമ്പ് കയറണോ എന്നുള്ള കൺഫ്യൂഷനിൽ അങ്ങോട്ട് നിൽക്കുക. എന്തായാലും കയറിയിരിക്കാം, ഇവിടെ വരെ വന്നതല്ലേ എന്നും പറഞ്ഞ രീതിയിൽ ഞങ്ങൾ ഉള്ളിലോട്ട് കയറി. സുബിരു ഹായ് അമ്മ. പോയിട്ട് വരട്ടെ പിന്നാലെ.
അപ്പുറത്തെ ബാത്റൂമൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കി വന്ന നീലാട്ടണ്ട. അപ്പോൾ ആരും കാണാനില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അഞ്ചും അവരൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയച്ഛൻ്റെ മകനും മരുമകളൊക്കെ. അവരാരും എത്തിയിട്ടില്ല. കർഷകർ അങ്ങനെ ഇരുന്നു വെയിറ്റ് ചെയ്ത്. പിന്നെ ഒരു കുട്ടീച്ചനും മാമിയൊക്കെ വന്നു, സംസാരിച്ചു. ഇവിടെ കൂടെ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് താലം പിടിച്ച് കുട്ടികൾ ഇറങ്ങുന്നുണ്ട്. പെണ്ണും ചെക്കനും വന്നു. അതാണ് ചെക്കൻ്റെ അമ്മ. അപ്പോൾ മരുമകളെ വിളക്ക് കൊടുത്ത് കയറ്റാൻ വേണ്ടിയിട്ട് അമ്മ പോവാം. ഫോട്ടോക്കാർ പറയുന്ന പോലെ മാത്രമേ ഇണങ്ങാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അങ്ങനെ നിൽക്കുക. അതപ്പോൾ ഒരു കൂട്ടാൾക്കാർ പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതാ പോകും. കല്യാണപ്പെണ്ണും ചെക്കനും താവിനോട് മണ്ഡലത്തിലോട്ട് ഗുരുവായൂർ കല്യാണം കേട്ടോ. അതിന് ശേഷം ഇങ്ങോട്ട് വന്നത്. അഞ്ചു രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. അവർക്ക് ടീമിന് കിട്ടി. കസേര ഇടലായി ടീം ഇടലായിട്ടാ. അടിപൊളി അടിപൊളി. ഒരമ്മ പെറ്റ മക്കൾ. ഇനി സദ്യക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. സദ്യക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്.
നിങ്ങളുടെ വിശക്കുണ്ടാ? പിന്നെ എന്തിനു വന്നിരുന്നു? ടേസ്റ്റ് നോക്കാൻ കറിയുടെ അല്ലേ? സാറേ ഇത്തിരി ചോറ് ചോദിച്ചു വന്നിരുന്നതാണ്. സാറേ ഇത്തിരി ചോറ് തരുമെന്ന് ചോദിച്ചു വന്നിരുന്നതാണ്. എണീറ്റ് വീട്ടിൽ 2 എണ്ണം. സുഹൃത്തുക്കളെ, നാടകം തുടങ്ങാറായി. നീലയുടെ കറി വെള്ളം വേണ ചേച്ചിമാരൊക്കെ എങ്ങനെയുണ്ട്? അതിൽ ചേച്ചിമാരൊന്നും വലിയ പോരല്ലേ? എല്ലാവരും ഇത്തിരി ഏജ്ഡാ. ഈ ഒരു സമയമായ എല്ലാവർക്കും ഭയങ്കര സന്തോഷമല്ലേ? അവിടെ ഉണ്ണിയായിട്ടും മണ്ടി ചേച്ചിരിക്കുന്നുണ്ട് കേട്ടോ. സുബ്രു കൈ ഒതുക്കി വെക്കും. സുബ്രു കറക്റ്റ് ചോറ് വരണ്ടേ? ചോറ് വന്നോണ്ടിരിക്കുക. നീലേട്ടാ ശൈല മേമയുടെ ബ്രദർ. അത് ശൈല മേമയുടെ ബ്രദർ. ചോറ് വന്നു. ഒഴിച്ചോ. പഴവും വന്നു, പപ്പടവും വന്നു, 2 തരം പായസവും വന്നു. എങ്ങനെയുണ്ടെങ്കിൽ കേട്ടാ? കൊള്ളാം. അയ്യോ, ടേസ്റ്റ് ഇല്ലെങ്കിൽ പെണിറ്റ് പോയെന്നല്ലേ? സൂപ്പർ. പച്ച കുടിക്കുന്നത് കാണാം. ചോറുണ്ട്.
വണ്ടി എടുക്കാൻ വന്നപ്പോൾ സ്ഥലമില്ല. അപ്പോൾ അത് അവിടെയുള്ള വണ്ടികൾ ഇവിടെ മാറ്റിക്കൊണ്ടിരിക്കണം. ഒന്നുമില്ല. ഇനി എങ്ങനെ തിരിച്ചിങ്ങനെ എടുക്കും? 6 ആഗ് എടുക്കേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ സദ്യ കഴിച്ച് സൂബി പാലസിനോട് വിട പറഞ്ഞ് വടക്കഞ്ചേരിയിലോട്ട് യാത്ര വന്നു. ബായ്.